Okay. My name is Muhammad Faris and I am your Excel tutor. Okay. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കുക. ക്ലാസ്സിൽ ഇന്ററാക്റ്റീവ് ആവണമെങ്കിൽ എല്ലാവരും വീഡിയോ ഓൺ ആക്കിയാലേ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് സെക്ഷൻ ആരംഭിക്കാനാവും. ഈ മനു പിന്നെ ഹിബ ഇവരും കൂടി വീഡിയോസ് ഒന്ന് ഓൺ ആക്കുക. ഓക്കെ. ഓരോരുത്തരെ സെൽഫ് ഇൻട്രോ എന്ന് പറയും. ആരൊക്കെ ഇവിടുന്നാണ് എന്താന്നുള്ളത് ഡീറ്റെയിൽസ് കിട്ടാനാണ്. നന്ദന സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് നന്ദന. ഞാൻ വടകരയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യും. ഐ ഹോസ്പിറ്റലിൽ അർച്ചന. എൻ്റെ പേര് അർച്ചന രമേശ്. സ്ഥലം ആലപ്പുഴ ജില്ലയിൽ പാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ വർക്കൊന്നും ചെയ്യുന്നില്ല. പ്രശ്നം. ഹലോ സാർ, എൻ്റെ പേര് ഹിബ ഫാത്തിമ. ഞാനിപ്പോ ഡിഗ്രി ബികോം കഴിഞ്ഞ് ഇരിക്കുക. എൻ്റെ വീട് കോഴിക്കോട്. മനു. നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ആണോ? ഫസ്റ്റ് ക്ലാസ്. ഇതിന് മുന്നേ നിങ്ങൾ ഈ ബാച്ചിന് ക്ലാസ് ഉണ്ടാവും വേറെ സെക്ഷൻ എക്സൽ അല്ലാതെ? വേറെ ക്ലാസ് ഉണ്ടായിരുന്നു. വീഡിയോ കാണാത്ത ആള് വർക്കിലായിരിക്കും സാർ. ഓക്കെ. ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. My name is Muhammad Faris and I am from Nikkom, Kozhikode. Okay. I'm currently data and side വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And as a part of Skillfly, I also take them Excel classes. Okay. അപ്പം ഇതിൽ എക്സൽ അറിയുന്ന ആരൊക്കെ ഉണ്ട്? എക്സൽ യൂസ് ചെയ്താരെങ്കിലും? ചെറുതായിട്ട് കുറച്ചൊക്കെ അറിയാം. നന്ദന. എനിക്കും അറിയാം. വർക്കിന്റെ അതിന് വേണ്ടിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം എക്സലിൽ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എത്ര, 1 to 5 സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റും? ഒരു ക്ലാസിന്റെ ഒരു ആവറേജ് എക്സലിൽ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 3. അർച്ചന. എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഒരു കോഴ്സ് ചെയ്തപ്പം കുറച്ച് പഠിച്ചു. അന്നേരം ജസ്റ്റ് ലാപ്പിലൊന്നും ചെയ്ത് നോക്കി. 1-2 ദിവസം ചെയ്ത് നോക്കിയോ, അല്ലാതെ അറിയത്തില്ല. എനിക്ക് എന്തോ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അധികം ഒന്നും അറിയില്ല. ഓക്കെ. അപ്പൊ ഒരാൾക്ക് ഒരു ആവറേജ് ലെവലിൽ അറിയാവുന്നവർക്ക് ബേസിക് കാര്യങ്ങൾ തുടങ്ങാനുള്ളൂ. ഇപ്പം എക്സൽ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളൊരു യൂസ് കേസ് അറിയാം?
എല്ലായിടത്തും യൂസ് ചെയ്യാം. മെയിൻലി എക്സൽ എന്തിനൊക്കെ യൂസ് ചെയ്യും നമ്മള്? ഡാറ്റാസ് സ്റ്റോറേജ് സിമ്പിൾ ആയിട്ട് ഓക്കെ കിട്ടേണ്ടിട്ട്. ഓക്കെ. ഈ എക്സൽ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് ആണ്. ഡാറ്റ എൻട്രി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും, അതൊക്കെ ഡാറ്റ അനാലിസിസ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. മെയിൻ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് മോഡൽ, മൈക്രോസോഫ്റ്റിന്റെ സ്റ്റോറേജ് സ്പേസ് മോഡൽ വരുന്നതാണ് എക്സൽ. അപ്പൊ എക്സൽ പറഞ്ഞാൽ ഈ കാലത്ത് നമ്മളിപ്പം ഈ ഇറ, ഈ ജെൻ ഇറയിൽ തന്നെ എക്സൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനറേറ്റീവ് ഏവിയസിന്റെ ഒക്കെ കാലം. ഈ കാലത്തും എക്സൽ യൂസ് കേസ് ഇമ്പ്രൂവ് ആവും. പക്ഷെ എക്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറേറ്റീവ് യൂസ് ചെയ്ത് ഒന്നുകൂടി ഇമ്പ്രൂവ് ആയിട്ട് യൂസ് ചെയ്യാനും കഴിയും. അപ്പം ഇപ്പൊ വന്നാലും എക്സലിന്റെ ഒരു യൂസ് കേസ് അവിടെ മിസ്സാവില്ല. നമുക്ക് യൂസേജ് എക്സൽ യൂസ് ചെയ്യാനുള്ള കേസ് മാത്രമേ ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പൊ പഠിക്കുന്ന ടൈമിൽ യൂസ് ചെയ്തിട്ട് എക്സൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നോക്കുക. എക്സൽ നമ്മൾ മെയിൻ ആയിട്ട് അക്കൗണ്ടിങ് പർപ്പസിന് യൂസ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് HR അല്ലേ ഇപ്പൊ ഇവിടെ കോഴ്സ് ചെയ്യുന്നത്? ഓക്കെ. അപ്പം HR കേസിൽ HR-ന്റെ ഡാറ്റ കാര്യങ്ങൾ മീൻസ് എംപ്ലോയീസ് ഡാറ്റ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനും അതേപോലെ അറ്റൻഡൻസ് ട്രാക്കിങ് പല കാര്യങ്ങളും എക്സൽ യൂസ് ചെയ്യും. അഡ്രസ് വേറെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ഉണ്ടെങ്കിലും എക്സൽ ആണ് ഇതിനൊക്കെ ഒരു ബേസ് കാര്യം എന്ന് പറയുന്നത്. അപ്പം എക്സൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യും, HR കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും, അതേപോലെ അനലൈസ് പർപ്പസിന് യൂസ് ചെയ്യും, ഡാറ്റ സ്റ്റോറേജിന് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എക്സൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. നമ്മളിപ്പം ഏതൊരു ഓഫീസും നമ്മളുള്ള ഏതൊരു ഓഫീസ് എടുത്താലും ആ ഓഫീസിൽ എക്സൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്തായാലും ഉണ്ടാവും. അപ്പം ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് എക്സൽ എന്ന് പറയുന്നത്. അപ്പം എക്സൽ എങ്ങനെയൊക്കെ ഡാറ്റ എൻട്രി ചെയ്യാം, എക്സൽ എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട്, എക്സലിനോട് എന്തൊക്കെ യൂസ് കേസ് ഉണ്ടാവും, ആസ് HR എക്സൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടാവും. ഓക്കെ. ഇതൊക്കെ നമ്മൾ എക്സൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. എക്സലിന്റെ നമ്മുടെ ഇവിടുത്തെ ലാപ്പില്ലേ, ലാപ്ടോപ്പ് ആൻഡ് എക്സൽ എവരിവൺ ഹാസ്? ഉണ്ട് സർ. ഓക്കെ. അപ്പം ലാപ്പിൽ നിന്നാണോ കയറി അല്ലെങ്കിൽ മൊബൈലിലാണോ? മൊബൈൽ. ഓക്കെ. ലാപ്ടോപ്പ് ഓപ്പൺ അല്ലേ? നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ ചെയ്ത് അതിന്റെ ഒപ്പം തന്നെ ഞാൻ ചെയ്യുന്ന അതേ ടൈമിന് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും എങ്ങനെ ചെയ്യാന്നുള്ളത്. അല്ലാതെ നമ്മളിപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ കണ്ടു നിന്ന് പിന്നെ ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ അതിൽ തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ. അപ്പം ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അതേ സ്പോട്ടിൽ നമ്മൾ ലാപ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും ക്ലാരിറ്റി കിട്ടും, ഡൗട്ട് ക്ലിയറൻസും ചെയ്യാം അതേ സ്പോട്ട് ടൈമിന്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യം വരികയാണെങ്കിൽ ആ ഡൗട്ട് സ്പോട്ടിൽ തന്നെ നമുക്ക് ക്ലിയറും ചെയ്യാം. ഓക്കെ. സ്ക്രീൻ കാണില്ലേ? ഹലോ, എക്സൽ. ഓക്കെ. അപ്പം എക്സലിന്റെ സ്ക്രീൻ കാണില്ല എല്ലാവരും? കാണുന്നുണ്ട് സാർ. അപ്പം ഇതാണ് എക്സൽ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് എന്താക്കാം, ഈ ഒരു എക്സൽ നമുക്കിപ്പോ സങ്കല്പിക്കുകയാണ് ഒരു നോട്ട്ബുക്കായി സങ്കല്പിക്കുക എക്സൽ പറഞ്ഞത്. അപ്പൊ എക്സൽ നമുക്ക് ഒരു നോട്ട്ബുക്ക് എടുക്കുകയാണെങ്കിൽ ആ നോട്ട്ബുക്കിൽ ഡിഫറൻസ് പേജ് ഇല്ലേ, കുറെ പേജ് കൂടിയ ഒരു ബുക്കിനാണ് നോട്ട്ബുക്ക് എന്നറിയാം അല്ലേ? അതേ കേസാണ് എക്സൽ എന്ന് പറയുന്നത്. ഒരു എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ആ എക്സൽ വർക്ക് ബുക്കിൽ ഡിഫറെന്റ് ഷീറ്റ്സ് ഉണ്ടാവും. ഓക്കെ. അപ്പം ഈ എക്സൽ വർക്ക് ബുക്കിൽ ഇതൊരു വർക്ക് ബുക്കാണ്, ടോട്ടലി ഒരു എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയും. ഈ വർക്ക് ബുക്കിൽ നമുക്ക് ഡിഫറെന്റ് ഷീറ്റ്സ് ഉണ്ട്. ഇതൊരു ഷീറ്റാണ്, ഷീറ്റ് 1 എന്ന് പറയും. നമുക്ക് ഇനി അടുത്ത ഷീറ്റ് ഉണ്ടാക്കാൻ താഴത്തതാണ് ഇവിടെ ന്യൂ ഷീറ്റിലുള്ള ഓപ്ഷൻ ഉണ്ട്, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ന്യൂ ഷീറ്റ്. ഓക്കെ. നമുക്ക് മൾട്ടിപ്പിൾ ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്താൽ അപ്പൊ നമുക്ക് ഇതിന് നെയിം ആണെങ്കിൽ നെയിമും ചെയ്യാം. ഈ ഷീറ്റ് 1 എന്നുള്ള ഞാൻ റിനെയിം ചെയ്യാം, ഫസ്റ്റ് കൊടുത്ത്. ഓക്കെ. ഈ ഷീറ്റ് നമുക്ക് റിനെയിം ചെയ്തത് സെക്കൻഡ് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഷീറ്റിനും നെയിംസ് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ ഷീറ്റ്സും മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന്റെ എക്സലിനാണ് നമ്മൾ എക്സൽ വർക്ക് ബുക്ക് എന്നറിയാം. ഇതിപ്പോ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഇത് മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഇൻക്ലൂഡ് ആകും. ഈ മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത ഈ എക്സലിന് എക്സൽ വർക്ക് ബുക്ക് എന്നറിയാം. ഓക്കെ. നോർമൽ നോട്ട് ബുക്ക് പോലെ തന്നെ ഒരു വർക്ക് ബുക്കിന്റെ ഉള്ളിൽ ഡിഫറെന്റ് പേജസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ നമ്മൾ ഈസി ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് എന്നുള്ളത് ഞാൻ എന്താക്കാം, ഒരു നമുക്ക് ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇതാക്കാം, ഇത് കളർ ചെയ്യാം. ഈ ടാബിൽ ഈ ഒരു ഷീറ്റിന് നമുക്ക് ഈ ടാബിൽ കളർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓപ്ഷൻസ് കാണാം. ഇതിൽ ടാബ് കളർ ഉണ്ടാവും. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇതിന് നമ്മൾ കളർ കൊടുക്കും. അതേപോലെ സെക്കൻഡിന് നമുക്ക് ഡിഫറെന്റ് കളർ കൊടുക്കും. അപ്പൊ നമുക്കിപ്പം ഓരോ കളർ ഓരോ കാര്യത്തിന് റെപ്രസെന്റ് ചെയ്യാനും അങ്ങനെ പല കേസ് വരും.
ഇൻ ഫോർവേഡ്. അപ്പം അത് കൂടുതൽ മനസ്സിലാവും എന്തിനാണ് കളർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് ഈസി ഐഡന്റിഫിക്കേഷൻ. അപ്പൊ നമുക്ക് എന്തൊക്കെ സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്. അപ്പം നമുക്ക് ബിഗ് ഗ്രീൻ എന്ന് പറയുന്ന എച്ച്ആറിലെ എംപ്ലോയീസിന്റെ ഡാറ്റ മാത്രം ഗ്രീനിൽ സ്റ്റോർ ചെയ്യും. അപ്പം ആ കളർ ഉണ്ട് നമുക്ക് മനസ്സിലാവും. അതേപോലെ ബ്ലൂ എന്ന് പറഞ്ഞത് അവരെ സാലറി കാൽക്കുലേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റ് ആണ്. അത് നമ്മൾ ബ്ലൂ കളർ കൊടുത്ത് നമുക്ക് എപ്പോൾ ഐഡന്റിഫിക്കേഷൻ കിട്ടും. ഇപ്പൊ ഒരു ബ്ലൂ കളർ ഒരു ഷീറ്റിൽ എവിടെയെങ്കിലും കാണുക അത് നമുക്ക് എന്താക്കും ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇൻ കേസ് ഇപ്പൊ നമ്മൾ ഈ ഷീറ്റിന് അഥവാ റിനെയിം ചെയ്ത് പോയാലും ഇൻ കേസ് അഥവാ എനി കേസ് നമ്മൾ എന്താക്കി നമ്മുടെ അടുത്ത് സ്പെല്ലിംഗിൽ ഷീറ്റിന് നെയിം ലോസ് ആയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് പോയി. പക്ഷെ ഈ കളർ നമുക്ക് എന്താക്കും അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എക്സലിൽ എന്താ പറയാ നമുക്ക് മൾട്ടിപ്പിൾ കോളംസ് ആൻഡ് റോസ് ഉണ്ട്. അപ്പൊ നമ്മൾ ABCD ലെറ്റേഴ്സ് വരുന്ന ആൽഫബറ്റിക് ലെറ്റേഴ്സ് വരുന്നത് നമ്മൾ കോളംസ് എന്നും പറയും. അതേപോലെ 1 2 3 എന്ന് പറയും. 1 2 3 പറഞ്ഞ ന്യൂമറിക്കൽ നമ്പേഴ്സ്. ആ നമ്പേഴ്സ് വരുന്നത് എന്താക്കും റോസ് എന്ന് പറയും. അപ്പം എക്സലിൽ ആൽഫബറ്റിക് ഉള്ളത് നമ്മൾ കോളംസ് എന്ന് വിളിക്കും. A കോളം, B കോളം, C കോളം. അതേപോലെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ നമ്പേഴ്സ് ഉള്ള റോ എന്ന് വിളിക്കും. എക്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റോസ് ആൻഡ് കോളത്തിന്റെ ഒരു മൾട്ടിപ്പിൾ റോസ് ആൻഡ് കോളം ആണ് എക്സൽ എന്ന് പറയാ. ഓരോ എക്സലും എന്താക്കും യുണീക്ക് ആയിട്ട് ഓരോ ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് സെലക്ട് ചെയ്യും. ഈ റോസ് ആൻഡ് കോളം ഇന്റർസെക്ട് ചെയ്യും. ആ ഇന്റർസെക്ട് ചെയ്യുന്ന നമ്മൾ എന്താക്കും സെല്ല് എന്ന് വിളിക്കും. അപ്പം ഈ ഡി കോളം ഈ തേർഡ് റോ ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്ത് ഇതൊരു സെല്ലാണ്. ഈ സെല്ലിന് റെഫറൻസ് ഉണ്ടാവും. ഈ സെല്ലിന്റെ റെഫറൻസ് ഡി കോളം ആൻഡ് തേർഡ് റോ എന്നല്ല. അപ്പൊ D3 റെപ്രസെന്റ് ചെയ്യും. ഏത് സെൽ സെലക്ട് ചെയ്യാനാണ് റെപ്രസെന്റേഷൻ. അത് നമുക്ക് നെയിം ബോക്സ് ഉണ്ട്, ഇവിടെ കാണാം. ഈ നെയിം ബോക്സിൽ കാണാം ഏതാണ് നമ്മൾ സെലക്ട് ചെയ്ത സെല്ല്, അതിന്റെ റെപ്രസെന്റ് ഏതാ ഈ നെയിം ബോക്സ് എന്ന് പറയും. ഇവിടെ കാണാം. ഇത് ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ് സർ. ഓക്കെ ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ബേസ് ആയിട്ട് വരുന്നത്. പിന്നെ എക്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ റിബൺസ് ഉണ്ട്. ഈ മുകളിൽ കാണില്ലേ ഫയലിലും ഇതൊക്കെ റിബൺ ആണ്. അല്ലെങ്കിൽ ഇത് മൊത്തം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഇതിന് മൊത്തത്തിന് നമ്മൾ റിബൺ എന്ന് പറയും. ഈ മൊത്തം സെറ്റിന് അതിൽ നമുക്ക് ഡിഫറെന്റ് ടാബ്സ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ നോക്കണം, ഫയൽ ഇതൊരു ടാബാണ്. അതേപോലെ ഹോം, പേജ് ലോഡ്, ഫോർമുല, ഡാറ്റ റിവ്യൂ, ഹെൽപ്പ് ഡിഫറെന്റ് ടാബ്സ് ആണ്. ഓരോ ടാബ്സിൽ നമുക്ക് ഡിഫറെന്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഞാൻ അത് സെലക്ട് ചെയ്ത് ഇൻസ്റ്റാബ് പറയും. ഓരോ ടാബിലും ഡിഫറെന്റ് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഈ ഹോം ടാബിലുള്ള ഇൻസേർട്ടിൽ ഇല്ല, അതേപോലെ പേജിലോട്ട് വരില്ല. ഓക്കെ, അപ്പൊ ഈ ഹോം ടാബിൽ നമുക്ക് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ ഇൻ കേസ് ഇത് നോക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഗ്രൂപ്പ് ആണ്. ഈ ക്ലിപ്പ് ബോർഡ് സെറ്റ് ഓഫ് ഗ്രൂപ്പ്, അത് സെറ്റ് ഓഫ് ഒരു ഗ്രൂപ്പ്. ഹോമിൽ തന്നെ ഹോം ടാബിൽ തന്നെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അതിൽപ്പെട്ടതാണ് ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെന്റ്, നമ്പർ, സ്റ്റൈൽ, സെൽസ്, എഡിറ്റിംഗ്, ആഡിങ്സ്, ഡിഫറെന്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം റെപ്രസെന്റ് ചെയ്യാൻ ഇങ്ങനെ പറയാം. അപ്പം ഹോം ടാബിൽ ഈ ഗ്രൂപ്പ്, ഇന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഹോം ടാബിൽ നമ്പർ ഗ്രൂപ്പ്, അങ്ങനെയാണ് റെപ്രസെന്റേഷൻ വരിക. ഇൻ കേസ് നമുക്ക് പേജ് ലേഔട്ട് എടുക്കാം. ഈ പേജ് ലേഔട്ട് എടുക്കാം, പേജ് ലേഔട്ടിൽ തീം ഗ്രൂപ്പ്, അല്ലെങ്കിൽ പേജ് ലേഔട്ടിൽ സ്കെയിൽ ടു ഫിറ്റ് ഗ്രൂപ്പ്, അങ്ങനെ പറയാം. ആ ഗ്രൂപ്പിൽ എന്താണെന്നാ പറയാം. അപ്പം ഞാൻ പറയും ഈ പേജ് ലേഔട്ടിൽ സ്കെയിൽ ഫിറ്റിൽ നമുക്ക് വിഡ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. റെപ്രസെന്റേഷൻ വരുന്നത്. ഓക്കെ, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഡാറ്റ എങ്ങനെ എൻറ്റർ ചെയ്യുക, കാര്യങ്ങളൊക്കെ. ഡാറ്റ എങ്ങനെ എൻറ്റർ ചെയ്യുക, അതെങ്ങനെ ഫോർമാറ്റ് ചെയ്യുക, ഒരു ബോക്സിൽ എങ്ങനെ ആക്കുക, അതൊക്കെ എല്ലാവർക്കും അറിയോ? ഞാൻ ഇപ്പൊ ഇവിടെ എന്റെ പേര് ചെയ്ത അപ്പൊ എൻറ്റർ ചെയ്ത് ഈ എൻറ്റർ ചെയ്തപ്പോ ഇതിപ്പോ ഒരു കോളം, എ കോളം എന്ന് പറയും, ഇതൊരു ബി കോളം. പക്ഷെ ഞാൻ എൻറ്റർ ചെയ്ത ഡാറ്റ, ഈ ഡാറ്റ ഈ എ കോളത്തിലാണ് എൻറ്റർ ചെയ്തത്, പക്ഷെ ഇന്റർസെക്ട് ചെയ്ത് ബി കോളത്തിൽ എത്തി ഇല്ലേ? അപ്പൊ ഞാൻ ഇനിയിപ്പോ ബി കോളത്തിൽ എഴുതുക, എന്തെങ്കിലും എന്താ എഴുതുക, എഴുതി മൈ പ്ലേസ് എഴുതി. അപ്പൊ എന്താക്കും, ഇവിടെ എന്താന്ന് നമുക്ക് കാണൂല. മീൻസ് ഈ മുഹമ്മദ് ഫാരിസ് എന്നുള്ള ഈ പോർഷൻസ് നമുക്ക് വിസിബിൾ ഉള്ളൂ. ബാക്കി എന്താ ബി കോളത്തേക്ക് ഇന്റർസെക്ട് ചെയ്തപ്പോൾ ആ ബി കോളത്തിന്റെ ഒരു വാല്യൂ വന്നപ്പം അത് അതിന്റെ എന്താ പറയാ ബാക്ക്വേർഡിൽ പോയി. അപ്പൊ മൈ പ്ലേസ് എന്നുള്ളതിന് ബാക്ക്വേർഡിൽ, അപ്പൊ വിസിബിൾ ഇല്ല. അപ്പൊ വിസിബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കോളം സെലക്ട് ചെയ്യുക. അല്ല, കോളം സെലക്ട് ചെയ്തതിന് വേണ്ടിയില്ല,
ഈ രണ്ട് കോളം ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട് ഈ ഹെഡിങ്ങിൽ, ഈ ആൽഫബറ്റിക് ഹെഡിങ്ങിലോട് ഇന്റർസെക്ഷൻ ഇത് കാണാം. ഇവിടെയാണ് ഇതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ആ ഇന്റർസെക്ഷനിൽ ആരോ കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരു പ്ലസ് ഐക്കൺ വരും. ഈ പ്ലസ് ഐക്കൺ വെക്കും, അതിൽ എന്താക്കി നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സൽ തന്നെ ഓട്ടോമാറ്റിക് ഇതിന്റെ കോളം ഓട്ടോമാറ്റ് ചെയ്ത് തന്നെ ഈ ലെറ്റേഴ്സിന്റെ വിഡ്ത്തിനനുസരിച്ച് ലെങ്തിനനുസരിച്ച് എക്സൽ തന്നെ ഓട്ടോമാറ്റ് ചെയ്ത് തന്നിട്ട് ഇതിപ്പോ വിസിബിൾ ആയി ഫുൾ. അതേപോലെ മൈ പ്ലേസ് ഉണ്ട്. ഞാൻ ഇപ്പൊ ഇതിന് കൂടുതൽ ഇനി എൻ്റർ ചെയ്യാം. മൈ പ്ലേസ് ഓക്കെ, ഇതിപ്പോ ഇത്രയും ലെങ്ത് ഉണ്ട്. ഓക്കെ അല്ലെ, ഇത്രയും ലെങ്ത് ഉള്ളത് എന്താ എനിക്ക് ഒറ്റ കോളത്തിലേക്ക് കാണണം. ഇതിപ്പോ ഞാൻ ഇതിന് ശേഷം ഈ സി കോളത്തിൽ എന്ത് എഴുതിയാലും അല്ലെ ഡിയിൽ എന്തെങ്കിലും എഴുതിയാലും ഇന്റർസെക്ട് ചെയ്ത് അല്ലെ അതിന്റെ മുകളിൽ ഫോർവേഡിൽ വരും. അപ്പൊ അതില്ലാതിരിക്കാൻ എന്താക്കാം, ഇതിന്റെ ഇന്റർസെക്ഷനിൽ കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് എത്ര ഉണ്ടോ, എത്ര ലെങ്ത് ആണോ ആ സെന്റൻസിൽ അതിനനുസരിച്ച് എക്സൽ തന്നെ ഓട്ടോമാറ്റിക്കലി വിടുത്താക്കും ആ കോളം. ഇതൊക്കെ അല്ലേ? ഓക്കെ, ഇങ്ങനെ ഡാറ്റ എൻട്രി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അതേപോലെ വേറൊരു സിംപ്ലസ്റ്റ് വേ എന്ന് പറഞ്ഞാല് രണ്ട് കോളത്തിൽ എഴുതി. ഇവിടെ മൈ നെയിം ഈസ് മുഹമ്മദ് ഫാരിസ്, ഐ ന്യൂ ടെക്സ്റ്റ്. ഓക്കെ, ഇത് നമുക്ക് ഡിഫറെന്റ് റോസിൽ ഈ റോസിൽ എന്താക്കി സാമ്പിൾ വേണ്ടിയിട്ടാണ്. ഈ റോസിൽ ഒരു ഡാറ്റ ഉണ്ട്. ഇതിപ്പോ സെല്ല് ഇന്റർസെക്ട് ചെയ്ത് പോകുന്നുണ്ട് ഓരോ സെല്ലിന്റെ മുകളിൽ. ഓക്കെ, മൊത്തം ഡാറ്റ നമുക്ക് എന്താകും എടുത്ത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ മാനുവൽ ചെയ്യുകയാണെങ്കിൽ ഓരോ സെല്ലിൽ കൊണ്ടുപോയി അതിന് പകരം നമുക്ക് ഈ ഷീറ്റ് മുഴുവൻ നമ്മളിപ്പോ ഏത് ഷീറ്റിലാണല്ലോ, ഇതിപ്പോ ഷീറ്റ് 4 ഈ ഷീറ്റ് കറന്റ് ഷീറ്റ്, ഈ ഷീറ്റ് മൊത്തം സെലക്ട് ചെയ്യാം. അതെന്താക്കി ഈ ഇന്റർസെക്ഷൻ ഈ കോർണറിൽ വരിക. ഇത് സെലക്ട് ചെയ്താൽ ഈ മൊത്തം ഷീറ്റ് സെലക്ട് ആവും. മൊത്തം ഷീറ്റ് സെലക്ട് ആയതിനു ശേഷം നമ്മൾ ഏതെങ്കിലും ഈ എന്താ സെല്ലിൽ ഏതെങ്കിലും നമ്മൾ ടെക്സ്റ്റ് കൊടുത്തല്ലേ ഡാറ്റ എൻട്രി ചെയ്ത് ഏതെങ്കിലും ഒരു സെല്ലിന്റെ ഇന്റർസെക്ഷനിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എക്സൽ തന്നെ ഓട്ടോമാറ്റിക് മൊത്തം സെൽസ് അതിനനുസരിച്ച് എന്താക്കും ഓട്ടോമേറ്റ് ചെയ്ത് തന്നെ ആ ലെക്ടേഴ്സിന്റെ ലെങ്തിനനുസരിച്ച് ഓട്ടോമേറ്റ് ചെയ്ത് തരും. ഓക്കെ, കണ്ടോ, ഇതിപ്പോ ഡിഫറെന്റ് സൈസാണ്, ഓരോന്നും ഡിഫറെന്റ് സൈസിൽ നമുക്ക് ഏതാണോ അതിനനുസരിച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് എക്സൽ തന്നെ ഓട്ടോമേറ്റഡ് വിടുത്താടി തന്നെ. ഓക്കെ അല്ലേ? പറയോ? ഏതാണ് പറയേണ്ടത്? ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞതാണോ? ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ലാസ്റ്റ്. അപ്പൊ എക്സലിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഡാറ്റ എൻ്റർ ചെയ്യാം. ഞാൻ ഇപ്പൊ ഇവിടെ പാരിസ് മാത്രം എൻ്റർ ചെയ്തു. ഓക്കെ, ഇത്ര ഉണ്ടാവും ഒരു എക്സലിന്റെ ഒരു കോളത്തിന്റെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ വരും. ഇതിപ്പോ ഒരു 5 ലെറ്റേഴ്സ് ഒരു മോർ ദാൻ 7 ലെറ്റേഴ്സ് ചെയ്തുമ്പോൾ ഇന്റർസെക്ട് ചെയ്ത് അടുത്ത കോളത്തിൽ പോകും. അപ്പൊ ഞാൻ ഫാരിസ് മാത്രം ചെയ്തപ്പോൾ ഇന്റർസെക്ഷൻ വന്നില്ല. ഓക്കെ, ഞാൻ ഇപ്പൊ ഇവിടെ മുഹമ്മദ് എന്നും കൂടി എഴുതി. ഇന്റർസെക്ട് ചെയ്ത് അടുത്ത കോളത്തിൽ പോയി. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ഡാറ്റാസ് ഉണ്ടാവും, കുറെ ഡാറ്റാസ്. ഇപ്പൊ എംപ്ലോയിന്റെ ഒരു ID ഉണ്ടാവും, അതേപോലെ എംപ്ലോയിന്റെ ഫുൾ നെയിം ഉണ്ടാവും, എംപ്ലോയിന്റെ ഡെസിഗ്നേഷൻ ഉണ്ടാ, ജോബ് റോൾ ഉണ്ടാവും, സാലറി അല്ലെ ബോണസ് എത്ര, അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഡാറ്റാസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പോയോണ്ട് നിൽക്കും. അപ്പൊ നമുക്ക് മാനുവലി ഓരോ കോളം പോയിട്ട് ഇതേപോലെ ഈ ഇന്റർസെക്ഷന്റെ ഇടയിൽ പോയിട്ട് ഇതാ ഈ ബി കോളം സി കോളം ഇന്റർസെക്ഷൻ അതിന്റെ ഇടയിൽ പോയിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് എക്സൽ തന്നെ ഓട്ടോമാറ്റിക് അതിന്റെ വിടുത്ത് അഡ്ജസ്റ്റ് ചെയ്തത് ഒറ്റ കോളത്തിന്റെ ആ സിംഗിൾ കോളം നമ്മൾ ഏതാണോ ഇതുള്ള ആ സിംഗിൾ കോളത്തിന്റെ മാത്രം. ഇപ്പൊ ഞാൻ ഇതിന് ഇന്റർസെക്ട് ചെയ്യണേ ഇതിപ്പോ ഞാൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്തേ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ലെങ്തിനനുസരിച്ച് കിട്ടും, അല്ല മാനുവലി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ അത്രയും കിട്ടും. ഇപ്പൊ എത്ര സൈസ് ആയി നമുക്ക് എത്ര വേണമെങ്കിൽ കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇതിപ്പോ മൾട്ടിപ്പിൾ ഡാറ്റ വരും. ഈ ഡാറ്റ തന്നെ ഞാനിപ്പോ മൾട്ടിപ്പിൾ ഡാറ്റ വരുമ്പോൾ അതിപ്പോ നമ്മൾ മാനുവലി പോയി
ഓരോ ഇതിൽ പോയി മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി എക്സൽ ഓപ്ഷൻ ഈ ഷീറ്റ് മൊത്തം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷീറ്റ് മൊത്തം സെലക്ട് ചെയ്യാൻ ഈ പോയിന്റ് ഉണ്ടാവും. ഈ റോസ് ആൻഡ് കോളം ഇന്റർസെക്ട് ചെയ്ത് ഇവിടെ ഒരു 0 പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് സെലക്ട് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊത്തം ഡാറ്റ സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ എന്താക്കുക, ഡാറ്റയിൽ ഏതെങ്കിലും ഒരു കോളത്തിൽ പോയിട്ട് ഇന്റർസെക്ഷനിൽ അവിടെ പോയി ഡബിൾ ക്ലിക്ക് ചെയ്താൽ മൊത്തം ഡാറ്റ അതിനനുസരിച്ച് മാറും. കണ്ടോ, അപ്പം ഇവിടെ 5 ലെറ്റേഴ്സ് ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഇത് കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ആയി. ഇവിടെ ഇപ്പം മോർ ദാൻ 10 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ വിഡ്ത്ത് ഈ കോളത്തിന്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ആയി. അതേപോലെ ഈ സി എല്ലാ കോളും അതേപോലെ അതിനനുസരിച്ച് വിഡ്ത്ത് അഡ്ജസ്റ്റ് ആയി. കണ്ടില്ലേ? ഓക്കെ ആണോ? ഓക്കെ 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 സർ. അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു കോളം ഹൈറ്റ് ആണ്. ഇതിപ്പം ഞാനിപ്പം ഇൻ കേസ് ഇതേ തന്നെ നമുക്ക് കോളത്തിൽ മാത്രമല്ല റോസിലും അപ്ലൈ ചെയ്യാം. റോസിന്റെ ഇവിടെ പിടിച്ച് നീക്കാൻ നീങ്ങും. ഓക്കെ, റോസും അതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാം. സെയിം കേസിൽ തന്നെ റോസും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഡാറ്റ എൻട്രി ചെയ്യേണ്ടത് ഒരു ഫോർമാറ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതാക്കണം, എന്ത് ഡാറ്റ എൻട്രി ചെയ്യുകയാണെങ്കിൽ നമ്പർ ഉണ്ടാവും. ഓക്കെ, നമ്പർ കൊടുക്കണം, ഒരു SL നമ്പർ. പിന്നെ അതിന്റെ ID കാര്യങ്ങൾ. ID ഉണ്ടെങ്കിൽ SL നമ്പറിന്റെ ആവശ്യമില്ല, കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ID കൊടുക്കുക, എന്ത് ID ആണ് ID. പിന്നെ നെയിം കൊടുക്കുക, നെയിം. പിന്നെയാണ് ബാക്കി ഇമ്പോർട്ടൻസ് ആയുള്ളത്. ഏതാണ് ഇമ്പോർട്ടൻസ് അതിനനുസരിച്ച് ഡാറ്റ എൻട്രി ചെയ്യാം. ഓക്കെ, എത്ര കൊടുത്തു ഞാനിപ്പോൾ റോൾ. ഇനി ഐഡിയിൽ ഞാൻ ജസ്റ്റ് ഒരു ഒരാൾ പേര് അറിയോ? ആരെങ്കിലും ഒരാളെ? അർഷിൻ. ARSHIN. നെക്സ്റ്റ് അർച്ചന. ഒരാളും കൂടി. ഹിബ. ഓക്കെ, ഇതിപ്പോ ഒരു സെറ്റ് ഓഫ് ഡാറ്റ, നമ്പർ, ID ഉണ്ട്, നെയിം, റോൾ. ഓക്കെ, ഇതിപ്പോ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ല. കാരണം ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ബട്ട് ഇതിന്റെ ഈ ലെങ്ത് വിഡ്ത്ത് ഒക്കെ നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോ അല്ല കാര്യത്തിലല്ല. നമുക്ക് ഇത് സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ഞാൻ എന്താക്കി, ഷീറ്റ് ഫുൾ സെലക്ട് ചെയ്ത് എന്നിട്ട് ക്ലിക്ക് ചെയ്ത്. ഓക്കെ, കോളം മൊത്തം അഡ്ജസ്റ്റഡ് ആയി ഇല്ലേ? കോളം മൊത്തം അഡ്ജസ്റ്റ് ആയി. ഇനി ഈ റോസ് നോക്കുകയാണ്. ഈ 2 സെക്കൻഡ് റോയിൽ കുറെ സ്പേസ് ഉണ്ട്, തേർഡിൽ കുറവേ ഉള്ളൂ, ഫോർത്തിലും നല്ല സ്പേസ് ഉണ്ട്, ഫിഫ്തിലും ഓക്കെയാണ്. ഓക്കെ, എല്ലാം ഈ അറേഞ്ച്മെന്റിൽ വരണം. ഞാൻ എന്താക്കി, കണ്ടോ, മൊത്തം അറേഞ്ച്ഡ് ആയി. ഓക്കെ, നമുക്ക് കോളം ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യാതെ പോലെ റോസും ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു സെല്ല് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഓക്കെ,
ആ സെലക്ട് ചെയ്തതിന്റെ എന്താ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഇൻസൈഡേഷൻ വരിക. റൈറ്റിക്ക് എന്തായാലും ഇൻസൈഡ് കിട്ടില്ല, ലെഫ്റ്റ് സൈഡ്. ഞാൻ ഇതിന്റെ മുന്നിൽ ഒരു കോൾ ആഡ് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഹോം ടാബിൽ സെൽസിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്ത് കിട്ടി. അതേപോലെ റോ കേസ് നോക്കുകയാണെങ്കിലും നമുക്ക് ടോപ്പിലാണ് വേണ്ടത്, ഏറ്റവും ടോപ്പിൽ കിട്ടണം. അപ്പം ഫസ്റ്റ് റോ സെലക്ട് ചെയ്യാം, ഇൻസേർട്ട് കൊടുത്താൽ അതിന്റെ നേരെ ടോപ്പിൽ റോ വരും. ഈ സെക്കൻഡ് റോന്റെ താഴത്തേക്കാൻ വേണ്ടി വെച്ചാൽ സെക്കൻഡ് റോന്റെ താഴത്താണ് എനിക്ക് കിട്ടേണ്ടത് വെച്ചാൽ തേർഡ് റോ സെലക്ട് ചെയ്യണം, എന്നിട്ട് ഇൻസേർട്ട് കൊടുക്കാം. ഓക്കെ, റോസിന്റെ കേസിൽ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത് അതിന്റെ അപ്പർ പോർഷനിലാണ് ഇൻസേർട്ട് സംഭവിക്കുക. അതേപോലെ കോളം നോക്കുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡ്. ഞാനിവിടെ എന്താ ഡാറ്റ ഹെഡിങ്ങും കൊടുത്തു. ഇനി ഈ ഹെഡിങ്ങിന് ഞാൻ എന്താക്കാം, കളർ കൊടുക്കാം. ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും. ഓക്കെ, അതേപോലെ ബോൾഡ് ചെയ്തു. ഇനി ഇത് സെൻട്രൽ ലൈൻ ചെയ്യാം. ഇവിടെ അലൈൻമെന്റിലാണ് നമുക്ക് ലെഫ്റ്റ് അലൈൻ, സെൻട്രൽ ലൈൻ, റൈറ്റ് അലൈൻ എല്ലാം ഉണ്ട്. ഞാൻ അലൈൻ ചെയ്ത്. ഓക്കെ, ഈ എംപ്ലോയി ഡാറ്റ ഇതിപ്പം ഒറ്റ സിംഗിൾ സെല്ലാണ്. ഈ എംപ്ലോയി ഡാറ്റയിലേക്ക് ഹെഡിങ് ആണ്, മൊത്തം ഡാറ്റന്റെ ഹെഡിങ് ആയി വരുന്നത്. ഞാൻ എന്താക്കി, ഈ എംപ്ലോയി ഡാറ്റ ഉള്ളത് മൊത്തം സെലക്ട് ചെയ്യുക, ഡ്രാഗ് സെലക്ട് ചെയ്യുക, മൊത്തം എവിടെ വരെയാണോ വേണ്ടത് അവിടെ വരെ സെലക്ട് ചെയ്ത്. അതിനുശേഷം നമുക്ക് അലൈൻമെന്റ് ഓപ്ഷനിൽ തന്നെ, അലൈൻമെന്റ് ഗ്രൂപ്പിൽ തന്നെ ഒരു മെർജ് ആൻഡ് സെന്റർ എന്ന ഓപ്ഷൻ വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ ഒറ്റ സെല്ലായിട്ട് കൺവേർട്ട് ചെയ്ത് എന്താ പറയാ, ഇപ്പൊ 4 സെൽസ് ഉണ്ട്, ABCD പറഞ്ഞ 4 സെൽ. ആ സെല്ല് മൊത്തം എന്താക്കി ഒറ്റ സിംഗിൾ സെല്ലായിട്ട് മെർജ് ചെയ്ത് കിട്ടി. ഓക്കെ, ഞാൻ ഇതിന് ഹോൾഡ് ചെയ്ത് കൊടുക്കും, സൈസ് വേണം ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ മൊത്തം ഡാറ്റ എന്താക്കി ഒരു ബോക്സ് ആക്കുക. ഇതിനകത്ത് ഹോം ടാബിൽ തന്നെ ഫോൾഡ് ഗ്രൂപ്പിൽ ബോർഡർ ഓപ്ഷൻ, ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ബോർഡർ ഓപ്ഷൻ കാണാം. അതിനകത്ത് ഓൾ ബോർഡർ കൊടുത്തു. ഓക്കെ, ഇപ്പൊ കണ്ടോ, നേരത്തെ നമ്മൾ എൻറ്റർ ചെയ്തപ്പോഴും ഇപ്പോഴുള്ള ഡാറ്റയുടെ ഡിഫറൻസ് ഉണ്ടോ? ഒന്നുകൂടി കാണാൻ ഒരു എന്താ ഫോർമാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി സർ. മനസ്സിലായി. ഈ മെർജ് ആൻഡ് സെന്റർ മനസ്സിലായില്ലേ? മനസ്സിലായി സർ. ഓക്കെ, നമ്മൾ ഫോർമാറ്റ് ചെയ്ത് ഈ ചെയ്ത ഫോർമാറ്റ് ഒക്കെ ഇങ്ങനെ ഒഴിവാക്കണം മൊത്തം, അല്ലെങ്കിൽ ഒരു സിംഗിൾ സെല്ല് ഏതെങ്കിലും ഒരു സെല്ല് നമുക്ക് ഫോർമാറ്റ് ഒഴിവാക്കണം, അല്ലെങ്കിൽ മൊത്തം സെല്ലിന് ഈ മൊത്തം ഡാറ്റന്റെ ഫോർമാറ്റ് ഒഴിവാക്കണം. നമുക്ക് എക്സലിലെ ഫംഗ്ഷൻ ആണ്, നമുക്ക് തെറ്റിപ്പോയാൽ അണ്ടു അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൺട്രോൾ സെഡ് എടുത്ത് അണ്ടു ആവും. പക്ഷെ അത് കൺട്രോൾ സെഡ് എടുക്കണമെങ്കിൽ മൊത്തം ചെയ്ത സ്റ്റെപ്സ് ഫുള്ള് കൺട്രോൾ സെഡ് കൊടുത്താൽ നമുക്ക് അണ്ടു ആയിട്ട് നോർമൽ എത്തും. അതിന്റെ പകരം നമുക്കുള്ള ഓപ്ഷൻ ആണ്, നമുക്ക് ഏതാണോ വേണ്ടത് ആ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്യും. അതിനുശേഷം ഹോം ടാബിൽ എഡിറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്, എഡിറ്റിംഗ് ഗ്രൂപ്പ്, ഇതാണ് എഡിറ്റിംഗ് ഗ്രൂപ്പ്. ഇതിൽ നമുക്ക് ഇറേസർ ഐക്കൺ കാണാം, ഇത് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ക്ലിയർ ഓൾ, എന്താ ക്ലിയർ ഫോർമാറ്റ്. ക്ലിയർ ഓൾ എന്ന് കൊടുത്താൽ ഈ മൊത്തം ഡാറ്റ ക്ലിയർ ആവും. മൊത്തം ഡാറ്റ ക്ലിയർ ആണ്, ആ ക്ലിയർ ഓൾ മൊത്തം ഡാറ്റ ക്ലിയർ ആയി. ഓക്കെ, അതേപോലെ ക്ലിയർ ഫോർമാറ്റ്, ഈ ക്ലിയർ ഫോർമാറ്റ് കൊടുത്ത് നമ്മളിപ്പോ കൊടുത്ത ഈ എംപ്ലോയി ഡാറ്റ, അതിൽ ഈ എംപ്ലോയി ഡാറ്റ ഇതിൽ കൊടുത്ത കളേഴ്സ്, അതേപോലെ ബോർഡേഴ്സ്, പിന്നെ ഫോണ്ടിന്റെ തിക്നെസ് കൂട്ടി ഫോണ്ടിന്റെ സൈസ് ഇൻക്രീസ് ചെയ്തു, അത് മൊത്തം ആ ഫോർമാറ്റിംഗ് മൊത്തം ക്യാൻസൽ ആവും, നോർമൽ ഡാറ്റയ്ക്ക് എത്തും. നോർമൽ എന്താ ആദ്യം എങ്ങനെയാണോ ആ ഫോർമാറ്റ് മൊത്തം ക്ലിയർ ചെയ്ത് പോകും. കണ്ടോ, മൊത്തം ക്ലിയർ ചെയ്ത് ഇൻക്ലൂഡിങ് മെർജ് ആൻഡ് സെന്റർ. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി എക്സൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താ പറയാ, ഓട്ടോമാഷൻ ആണ്. നമുക്ക് എന്താക്കാം, എക്സലില് 2 ടൈപ്പ് ഓഫ് സെൽ റെഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞപ്പം ഓരോ സെല്ലിനും റെഫറൻസ് ഉണ്ട്. അപ്പം ആ സെല്ലിന്റെ ഇപ്പൊ ഈ സെല്ലിന്റെ റെഫറൻസ് ആണ് H3 തന്നെ. ഈ സെല്ലിന് 2 ടൈപ്പ് ഓഫ് റെഫറൻസ് നമുക്ക് പറയാം. ഒന്ന് റിലേറ്റീവ് സെൽ റെഫറൻസ് ഉണ്ട്,
അതേപോലെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. രണ്ട് സെൽ റെഫറൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പം റിലേറ്റീവ് എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അബ്സല്യൂട്ട് പറഞ്ഞത് നെക്സ്റ്റ് ക്ലാസ് കമ്മിങ് ഫോർവേഡ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഇവിടെ 1 ടൈപ്പ് ചെയ്ത്, ഓക്കെ, പിന്നെ 2 ടൈപ്പ് ചെയ്ത്. ഇതിങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം, നമ്പേഴ്സിന്റെ കേസ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ടൈപ്പിംഗ് വേണ്ട. ഞാൻ ഇപ്പൊ ഇവിടെ 1 ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തിട്ട് ഈ 1 പിടിച്ച് ഡ്രാഗ് ചെയ്താൽ കറന്റിങ് റെസ്പോണ്ടിങ് ആയി 1 1 1 1 ഇങ്ങനെ കറന്റ് ആയി പോകും. അതിന് പകരം അപ്പം 1 2 സെലക്ട് ചെയ്ത് ഇനി ഞാൻ ഇത് ഡ്രാഗ് ചെയ്യാം. ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താക്കാം, 1 2 3 4 5 കാരണം 1 ഡിഫറൻസിൽ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും. എത്ര വരെ ഡ്രാഗ് ചെയ്യണം അത്ര വരെ പോകും. ഓക്കെ, അതേപോലെ ഞാൻ ഇപ്പോൾ ലെറ്റേഴ്സ് കൊടുക്കാം. എ, ഞാൻ എ ഡ്രാഗ് ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. അപ്പൊ ഇതാണ് നമുക്ക് സെൽ റെഫറൻസ് ആണ്. ഒരു സാധനം ഡ്രാഗ് ചെയ്ത അതേ സാധനം കിട്ടും. ഇൻ കേസ് ഓഫ് നമ്പേഴ്സിൽ നമുക്ക് എന്താ ഡിഫറൻസ് ഉണ്ട്. ലെറ്റേഴ്സ്, ടെക്സ്റ്റ്, ന്യൂമറിക് വാല്യൂസ് മാത്രമേ നമുക്ക് സെൽ റെഫറൻസിൽ വരുമ്പോൾ ഈ ഡിഫറൻസിൽ പോകും. ഞാൻ ഇപ്പൊ ഇവിടെ ടെക്സ്റ്റിൽ ഇവിടെ എ കൊടുത്തു, ഇനി ബി കൊടുത്തു. ഞാൻ ഇത് ഡ്രാഗ് ചെയ്യാം. ഇത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ABCD കിട്ടില്ല. അത് എ ബി പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പോകും. ഇതിനാണ് സെൽ റെഫറൻസ് എന്നറിയാം. അപ്പൊ ഒരു സെല്ലിലുള്ള റെഫറൻസ് എന്താ പറയാ അടുത്ത സെല്ലിലേക്ക് പോകും. അപ്പൊ ഇൻ കേസ് നമ്പേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ ഇപ്പൊ ഇവിടെ 2 ഡിഫറൻസിലാണ് കൊടുത്തത്. ഇപ്പൊ 1 ഡിഫറൻസ് ആകുമ്പോൾ 1 1 1 എന്നാകും. നമ്പേഴ്സ് എന്താക്കും, നമ്പേഴ്സിന്റെ കേസ് ഇപ്പോൾ 1 2 എന്ന് കൊടുത്തു. ഇപ്പം 1 2 ഡിഫറൻസ് പറഞ്ഞാൽ 1 ആണ്. അതിലിപ്പോ ഞാൻ ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ 2 അടുത്ത നമ്പേഴ്സുകളുടെ ഡിഫറൻസ് 1 ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ 1 അടുത്ത 1 കഴിയുമ്പോൾ 1 ഇൻക്രീസ് ആയിട്ട് 2 വന്നു. അപ്പൊ ഈ 2 ഒന്നുകൂടി ഇൻക്രീസ് ചെയ്ത് 3. അതേപോലെ ഇൻക്രീസ് ചെയ്ത് പോകും. എത്ര വരെ സെലക്ട് ചെയ്യണം അത്ര വരെ ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പൊ ഇതിനാണ് സെൽ റെഫറൻസ് എന്ന് അറിയാം. അപ്പൊ അത് ടെക്സ്റ്റ് കേസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് കേസിൽ വരുമ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് മോഡൽ ഇൻക്രീസ് അല്ലെ ടെക്സ്റ്റ് പറഞ്ഞത് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് അല്ലാത്തതുകൊണ്ട് ആഡോ ഡിക്രീസോ സബ്ട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് എന്താണോ കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയ റിപ്പീറ്റേഷൻ വരും. ഓക്കെ, ഞാൻ ഇപ്പൊ ഇവിടെ 1 2 1 2 എന്ന് കൊടുത്ത് ഞാൻ ഓക്കെ 1 12 1 ഉണ്ട്. ഞാൻ ഇത് ഡ്രാഗ് ചെയ്യാം ആണോ. അതനുസരിച്ച് 12 എന്ന് 1 അതിനനുസരിച്ച് ഇപ്പൊ ഇവിടത്തെ 11 ഡിഫറൻസ് 12 ഡിഫറൻസിന് അനുസരിച്ച് മൈനസ് വാല്യൂക്കും പോകും. അതേപോലെ ഇതിന് അങ്ങനെ പോവും. അതേപോലെ ഞാൻ റോ വൈസ് ഡ്രാഗ് ചെയ്യണം. റോ വൈസും നമ്പേഴ്സ് പോകും. ഓക്കെ അല്ലേ. അതേപോലെ ഞാൻ ഇപ്പൊ മൈനസ് വാല്യൂ നേരത്തെ കണ്ടില്ല. മൈനസ് എങ്ങനെയാണോ കൊടുക്കുന്നത് അതിന്റെ ഡിഫറൻസ് അനുസരിച്ച് നമ്പേഴ്സ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ 3 ഡിഫറൻസ് ഉണ്ട്. -1 0 1 2. ആ 3 ഡിഫറൻസിൽ നമ്പേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോയോണ്ട് ഇതിനാണ് സെൽ റെഫറൻസ് എന്നറിയാം. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. അപ്പൊ നമ്മളെ യൂസ് കേസ് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ SL നമ്പർ കൊടുത്തപ്പോ ഞാൻ 1 2 എന്നേ കൊടുത്തില്ല. ബാക്കി നമുക്ക് ഡ്രാഗ് ചെയ്താൽ മതി. എത്രത്തോളം ഇപ്പൊ ഇത്ര വരെ ഡാറ്റ ഉണ്ട് വെച്ചാൽ ഇത്ര വരെ നമുക്ക് ഡാറ്റ ഉണ്ട് വെച്ചാൽ ഇത്ര വരെ ഡ്രാഗ് ചെയ്താൽ നമ്പേഴ്സ് കറസ്പോണ്ടിങ് ആയി ആഡ് ചെയ്തുകൊണ്ട് പോകും. അതേപോലെ ഈ ST ഇവിടെ നമുക്ക് എന്താ ST 0 25 പിന്നെ 26 കൊടുത്തു. അപ്പൊ ഇവിടെ ലാസ്റ്റ് എൻഡിങ് നമ്പേഴ്സാ ഇത് സെയിം ആണ്. അപ്പൊ ഞാൻ എന്താക്കി ഇത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയി പോകും. ഇൻക്ലൂഡിങ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിലും അതെന്താക്കുക സെയിം ഫോർമാറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് അതും നമുക്ക് എന്താക്കുക ഡ്രാഗ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇത് ഓക്കെയാണ് സാർ. സാലറി
ഇതിപ്പോ സാലറി എന്ന് കൊടുത്തത് വെറും ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എക്സൽ എന്തെങ്കിലും എൻട്രി ചെയ്യണം, ഞാൻ ഇപ്പൊ എന്ത് എൻട്രി ചെയ്യണം, അതൊരു ജനറൽ ഫോർമാറ്റ് ഉണ്ടാവുക. നമുക്ക് ഇത് മാറ്റണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് വേണം. അപ്പൊ ഞാൻ ഇപ്പം ജനറൽ ഫോർമാറ്റിലുള്ള നമുക്ക് എന്താ ഇവിടെ നമ്പേഴ്സ് ഗ്രൂപ്പിൽ ഫോർമൽ നമ്പേഴ്സ് ഗ്രൂപ്പിൽ കാണാം അവിടെ ഫോർമാറ്റിംഗ് ജനറൽ നമ്പർ, കറൻസി, അക്കൗണ്ടിങ്, ഡേറ്റ്, ടൈം, പെർസെന്റേജ്, ഫ്രാക്ഷൻ, ഡിഫറെന്റ് ഫോർമാറ്റ് ഉണ്ട്. ഞാൻ ഇപ്പൊ ഇത് മാറ്റി നമ്പേഴ്സ് ആക്കാം. നമ്പേഴ്സ് ഫോർമാറ്റ് നമ്പേഴ്സ് ആകുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ സീറോസും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സീറോ ഒമിറ്റ് ചെയ്യണം. ഒമിറ്റ് ചെയ്യണേ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, സീറോ ഒമിറ്റ്. ഡെസിമൽ വാല്യൂ ഡിക്രീസ് ചെയ്യാം, ഇനിയിപ്പോ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസും ചെയ്യാം. നമ്പേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോ എനിക്ക് കറൻസി രൂപത്തിലാക്കണമെങ്കിൽ എന്താക്കാം, ഇവിടെ കറൻസി സെലക്ട് ചെയ്താൽ കറൻസി ആവും. ആ കറൻസിന്റെ ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് കറൻസിന്റെ ഫോർമാറ്റ് ഏതാ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പർപ്പസിന് ഏത് ഫോർമാറ്റിന് വേണ്ടി ആ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ഡെസിമൽ വാല്യൂ നമുക്ക് ഒമിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്പേഴ്സിന്റെ കേസിൽ വരുന്നത്. ഇതിപ്പം ഞാൻ കൊടുത്തപ്പം ജനറലാണ്. ഇതിപ്പോ ഞാൻ ജനറൽ ഒഴിവാക്കിയിട്ട് അത് എന്താക്കാം, ടെക്സ്ചറിന് ഫോർമാറ്റിൽ തന്നെ കൊടുക്കാം. ഓക്കെ, ഈ ഫോർമാറ്റിന്റെ ഫോർവേഡ് ക്ലാസ്സിൽ ഒന്നും കൂടി മനസ്സിലാവും, കാരണം കുറച്ചും ഫങ്ഷൻസ് ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സൽ ഇത് ചെയ്തൊക്കെ നോർമൽ ഫോർമാറ്റിംഗ്. ഈ കളർ കൊടുക്കുക കാര്യങ്ങളൊക്കെ നോർമൽ ഫോർമാറ്റിംഗ്. നമുക്ക് എക്സൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ സീനിയർ മാനേജർ പറയാം, നമ്മളപ്പം ഈ സെറ്റ് ഓഫ് ഡാറ്റ നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങണ ആരാന്ന് പെട്ടെന്ന് കാണാം, ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മളിപ്പം വലിയൊരു ഡാറ്റ, ഇതിപ്പോ ചെറിയ ഡാറ്റ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ സാലറി ആരാ വാങ്ങണം. നമുക്ക് ഈ ഡാറ്റ നോക്കിയാൽ തന്നെ അറിയാം. അതിന് പകരം നമുക്ക് സെറ്റ് ഓഫ് ഡാറ്റ പറഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ഡാറ്റ, ഒരു അണ്ടർ ലൈൻസ് വരുന്ന ഡാറ്റ. അപ്പൊ ആ ഡാറ്റയിൽ നമുക്ക് ഫസ്റ്റ് അറ്റേ ലുക്കിൽ നമുക്ക് എന്താക്കും കിട്ടൂല ആർക്കാണ് ഹൈയസ്റ്റ് എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. അപ്പൊ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഫോർമാറ്റിംഗ് ചെയ്യാം. അപ്പം കളേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം നമ്മളെ സെൽസ്. അതിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുക. അപ്പം ഈ സെറ്റ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഈ സാലറി കോളം, ഈ സാലറി കോളത്തില് ഇവിടെ കണ്ടീഷൻ എന്താ, ഹോം ടാബില് സ്റ്റൈൽ ഗ്രൂപ്പിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉണ്ട്. ഈ ഫോർമാറ്റിംഗ് ഹൈലൈറ്റ് സെൽ റൂൾസ് ഞാൻ എന്താക്കുക, ഗ്രേറ്റർ ദാൻ കൊടുക്കാം, അല്ലേ വേണ്ട, ടോപ്പ് ഓർ ബോട്ടം, ടോപ്പ് 10 ഐറ്റംസ് സെലക്ട് ചെയ്ത് ഇതിൽ എന്താക്കാം, ടോപ്പ് 10 ഉള്ള 1 ആക്കി 1. ഓക്കെ, കണ്ടോ ഞാൻ ഇവിടെ 1 കൊടുത്തപ്പോ ഇതിൽ ഏറ്റവും ടോപ്പ് ഏതാ 1, 3,35,000. അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇതിപ്പോ റെഡ് വേണ്ട, നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ആ സ്പെസിഫിക് ഈ സെല്ല് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്, ഫോർമാറ്റിംഗ് ആയി. അപ്പൊ എന്താക്കാം, നമുക്ക് ഐഡന്റിഫിക്കേഷൻ നടത്താം. അറ്റ് എ ടൈം അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഗ്രീൻ മാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് ഹയസ്റ്റ് വാല്യൂ, ഈ ഡാറ്റയിലെ ഹയസ്റ്റ് വാല്യൂ ഇതാണ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് കണ്ടീഷൻ ഫോർമാറ്റിംഗിൽ അത് മാത്രമല്ല ഹൈലൈറ്റ് സെൽ റൂൾസിൽ ഗ്രേറ്റർ തന്നെ. അപ്പം നമുക്ക് പല റൂൾസ് ഉണ്ട്, കുറെ റൂൾസ്, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്.
റൂൾസിൽ ഗ്രേറ്റർ ദാൻ അപ്പം സെറ്റ് ഓഫ് വാല്യൂ അപ്പൊ നമ്മൾ ആവറേജ് നമ്മൾ കൊടുക്കുന്ന സാലറിന്റെ ആവറേജ് എപ്പോ ഉള്ളത് മാത്രമാണ് ഡിലേ ഉള്ളൂ ഇൻ ബിറ്റ്വീൻ സർട്ടൻ നമ്പറിന് ഇൻ ബിറ്റ്വീൻ അല്ലെ ഈക്വൽ ടു ഇപ്പം എന്താ പറയാ എനിത്തിങ് ഈക്വൽ ടു ആ നമ്പേഴ്സിന് ഈക്വൽ ടു വരുന്ന അത് പിന്നെ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ടെക്സ്റ്റ് അത് ഹൈലൈറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് എച്ച് ആറിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം അപ്പൊ എച്ച് ആറിന് ടെക്സ്റ്റ് കൊടുത്താൽ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് ദാറ്റ് കണ്ട് ഇത് ഞാൻ എന്താക്കി ഇവിടെ എച്ച് ആർ ടൈപ്പ് ചെയ്തു എച്ച് ആർ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണണം കണ്ടു അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ കണ്ടീഷൻ അതിനനുസരിച്ച് എന്താക്കാം ഡാറ്റ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം അതാണ് ഇവിടെ അല്ല ഇപ്പം ഡേറ്റ് ആണ് കാണാം അല്ല ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ട് അതാണ് കാണിച്ചു വെച്ചാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇതിപ്പോ ഈ ഡാറ്റ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതുകൊണ്ട് ഇത് മൊത്തം കാണിക്കുന്നുണ്ട് ഈ ഫാരിസിനെ റിപ്പീറ്റ് ചെയ്ത് ഓരോ നെയിംസ് റിപ്പീറ്റ് ചെയ്ത് തന്നോടെ അത് മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അല്ല യുണീക്ക് ചെയ്ത വാല്യൂ ഏതൊക്കെ എന്ന് പറയുന്നത് യുണീക്ക് സെലക്ട് ചെയ്താൽ ഈ കോളത്തിൽ നെയിം മാത്രമാണ് യുണീക്ക് അങ്ങനെ കൊടുക്കാം ഓക്കെ അതാണ് ആ കേസ് വരുന്നത് ഇത് മനസ്സിലാവുണ്ടോ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്താണെന്ന് മനസ്സിലായോ മനസ്സിലായി കുറേശ്ശൊക്കെ മനസ്സിലായി ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ലാസ്റ്റ് പറഞ്ഞു ഏതാ ലാസ്റ്റ് പറഞ്ഞില്ലേ ലാസ്റ്റ് പറഞ്ഞത് ഏതാ ഈ യുണീക്ക് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതാണോ അതെ ഓക്കെ ഈ കേസ് ഓക്കെ ഈ ഐഡിന്റെ കേസ് ഐഡി പറഞ്ഞാൽ യുണീക്ക് ആയിരുന്നു എപ്പോഴും ഐഡി പറഞ്ഞാൽ യൂണീക്ക് ഉണ്ടാവുക ഓക്കെ അപ്പം ഈ ഐഡിന്റെ കേസ് ആണെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ സെലക്ട് ചെയ്തു ഓക്കെ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു അപ്പൊ എന്താ എക്സൽ തന്നെ ഓട്ടോമാറ്റിക് ഡിക്റ്റേറ്റ് ചെയ്ത് ഈ ഐഡീസിൽ ഈ ST0032 ST0032 ഇത് രണ്ടും സെയിം ആണ് അപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എക്സൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻ തരിക ഓട്ടോമാറ്റിക് ചെയ്തിട്ട് തരിക എക്സൽ എന്താ ഓട്ടോമാറ്റിക് ഇതാണ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഡാറ്റ എന്താ തൗസൻഡ്സ് ഓഫ് ഡാറ്റ ഉണ്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് 50 എബൌട്ട് ഡാറ്റാസ് ഉണ്ട് അപ്പൊ ആ ഡാറ്റാസ് നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടോ ഇല്ലയെന്ന് അറിയണം അപ്പൊ അറിയണമെങ്കിൽ എന്താക്കാം നമുക്ക് ഈ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യാം അപ്പൊ ഈ ഫോർമാറ്റിംഗ് യൂസ് ചെയ്താൽ നമുക്ക് എന്താ പെട്ടെന്ന് നമുക്ക് ഡാറ്റ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ ഈ സെറ്റ് ഓഫ് ഡാറ്റ ഈ 2 വാല്യൂസ് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വന്നാൽ അപ്പം ഇതിലൊരു ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്താ ഈ റോ മൊത്തം സെലക്ട് ചെയ്യാം ഓക്കെ ഡിലീറ്റ് കൊടുത്താൽ ആ ഡാറ്റ ഡിലീറ്റ് ആയി ഞാൻ ഡിലീറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഈസി ഐഡന്റിഫിക്കേഷൻ ആവും എന്താ ഇപ്പം നമ്മൾ മാനുവലി എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ് ആണ് അപ്പൊ അതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നിട്ട് ചെക്ക് ചെയ്യാനുള്ളൊരു ഫോർമാറ്റ് ആണ് എന്താ കളർ ചെയ്ത് കാണാം പെട്ടെന്ന് ഒരു 100 ഓഫ് ഡാറ്റ ഉണ്ട് ആ ഡാറ്റ നമുക്ക് ഈ സർട്ടൻ എന്താ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കളർ ചെയ്ത് കാണിക്കാൻ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫിക്കേഷൻ കിട്ടും നമ്മൾ ഐ വിസിബിൾ ആവും പെട്ടെന്ന് കാണാലോ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിപ്പോ ഇതൊന്നും ഇല്ലാതെ ഈ ഫോർമാറ്റിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഇത് ഏതാ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ മാനുവലി ഇരുന്ന് ഇങ്ങനെ തപ്പണ്ടേ ഓരോ ഡാറ്റ നോക്കി ഇത് ഇവിടെ 32 ഉണ്ട് ഈ താഴത്ത് പോയി ഇനി 32 വന്ന് നമുക്ക് കുറെ അടി പോകുമ്പോൾ ഓർമ്മ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ ഈ കളർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അതാകും പെട്ടെന്ന് ഐഡന്റിഫിക്കേഷൻ കിട്ടും കളറല്ലേ അപ്പൊ നമുക്ക് ഐ വിസിബിലിറ്റി അതേപോലെ ഐഡന്റിഫിക്കേഷനും ഈസി ആവും ഇതിനാണ് ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആണോ ക്ലിയർ ആണ് അതേപോലെ തന്നെ ടോപ്പ് ഓർ ബോട്ടം ഇൻ കേസ് ഓഫ് എന്താ പറയാ നമ്മളിപ്പം എനി സെയിൽസോ അങ്ങനെ എന്താ ഡാറ്റ എടുക്കുക അപ്പൊ സെയിൽസ് എടുക്കുകയാണെങ്കിൽ ടോപ്പ് 10 ഐറ്റംസ് ഏതാ അറിയണം ടോപ്പ് 10 സെല്ലിഡ് ഐറ്റം ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ ടോപ്പ് ഓർ ബോട്ടം അല്ലെ ടോപ്പ് 10% ആരൊക്കെ ഉള്ളത് അങ്ങനെ എന്ത് കണ്ടീഷൻ ഇതിലുള്ള കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് കൊടുത്താൽ ആ കണ്ടീഷൻ അനുസരിച്ച് ഈ ടോപ്പ് 10 ഐറ്റംസിൽ എന്താ ടോപ്പ് 10 മാത്രമല്ല സെലക്ട് ചെയ്ത് ടോപ്പ് 10 ഉള്ള റൂൾ എടുക്കുകയാണെങ്കിൽ
നമുക്ക് ടോപ്പ് 10 മാത്രമല്ല, നമുക്ക് ടോപ്പ് 10 അല്ല, ടോപ്പ് 1 ഉണ്ടാതെ അല്ലെ 2, 3 or 5 മാത്രം കണ്ടാൽ 5 സെലക്ട് ചെയ്യാം. ടോപ്പ് 10 അല്ല, അതിന്റെ എബവ് ആണ്, അതും കാണാം. 100 വരെ കാണാം, 100 വരെ കാണാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. എത്ര വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അപ്ലൈബിൾ ആണ്. അപ്പം ടോപ്പ് 10 പറഞ്ഞാൽ ഏറ്റവും ടോപ്പുള്ള 10 വാല്യൂ അല്ലെ, അത് ടോപ്പ് 10 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ലെ, ടോപ്പ് 5 എന്നാണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അതിനാണ് എക്സൽ ഇപ്പോൾ ടോപ്പ് 10 എന്ന് കൊടുത്തത്. അതേപോലെ ബോട്ടം 10 എന്ന് പറയും, അല്ലെ ടോപ്പ് 10%. അപ്പം ഈ ടോപ്പ് 10% ഏതാണെന്ന് നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സൽ തന്നെ ഓട്ടോമാറ്റിക് ഇത് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ ടോപ്പ് 10 ഏതൊക്കെയുള്ള ഈ ടോട്ടലില് ടോപ്പ് 10% ഏതൊക്കെയാണെന്ന് എക്സൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഓക്കെ അല്ലേ? സെലക്ട് ചെയ്ത് ഞാൻ ഈ കണ്ടീഷൻ ഫോർമാറ്റ് ഡാറ്റ ബാർസ് സെലക്ട് ചെയ്തു. ഇതിപ്പോ എന്താക്കാം, നമുക്ക് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സാലറി ഏതാ, ഇതിൽ ഏറ്റവും കൂടുതൽ വലിയ നമ്പർ ഏതാ, ആ നമ്പറിൽ ഡാറ്റ, ഈ സെറ്റ് ഓഫ് ഡാറ്റയിൽ ഇതിൽ ഏറ്റവും കൂടുതൽ. അപ്പം ആ ഡാറ്റ ആ സെല്ലിൽ ഈ ബാർ ഫുൾ ആയിരിക്കും. പിന്നെ അതിന് കുറവ് ഏതാ, അപ്പൊ അതിന് കുറഞ്ഞു വരും. പിന്നെ ഏതാ കുറവ്, അതിനനുസരിച്ച് കുറഞ്ഞു വരും. ഓക്കെ, ഒരു ചാർട്ട് റെപ്രസെന്റേഷൻ ഓരോ ഈ സെറ്റ് ഓഫ് ഡാറ്റ, ഈ സെറ്റ് ഓഫ് സാലറിന്റെ ഡാറ്റയിൽ മാത്രം എന്താ ബാർസ് വരും. ഓരോ എന്താ പറയാ നമ്മളെ ബാർസ് ഓരോ വാല്യൂസ് അനുസരിച്ചിട്ട് അതിന്റെ ബാർസ് വരും. അപ്പൊ നമുക്ക് ഇത് ഐഡന്റിഫിക്കേഷൻ കിട്ടും, ഏതാണ് ഏറ്റവും കൂടുതൽ ഏതാണ് ഏറ്റവും കുറവ് എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ കിട്ടാനാണ്. പക്ഷെ ഇത് യൂസ് ചെയ്തായിരിക്കണം നല്ലത്. കാരണം ഈ ഡാറ്റയിൽ ഇപ്പം ഈ കളർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കാണാൻ ഒരു ഇടങ്ങേറുണ്ടാവും. എക്സൽ ഇതൊക്കെ പഴയ ഫങ്ഷൻസ് ആണ്. ഇതിനും പുതിയ ഫോർമാറ്റും ഫംഗ്ഷൻസും ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അല്ലാതെ പല ഫംഗ്ഷൻസും പിന്നെയും എക്സൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പഴയതൊന്നും എടുത്ത് ഒഴിവാക്കാത്തതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും എക്സൽ തന്നെ ഉണ്ട്. നമുക്ക് പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വരുന്നത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാർ. ഓക്കെ, അപ്പം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യാം? നമുക്ക് പെട്ടെന്ന് ഡാറ്റാസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് നമ്മൾക്കൊരു കണ്ടീഷൻ അല്ലെ നമ്മളെ ക്രൈറ്റീരിയക്ക് അനുസരിച്ചിട്ട് ഫോർമാറ്റിംഗ് ചെയ്യാം, അതാണ് പറയാം. അപ്പം സർട്ടൻ ക്രൈറ്റീരിയ, അപ്പം ഇതിന്റെ ക്രൈറ്റീരിയ പറഞ്ഞാൽ ഇപ്പം ഈ സാലറിന്റെ ഇതിൽ ഇതിന്റെ ക്രൈറ്റീരിയ ടോപ്പ് 1 അല്ലെ ടോപ്പ് 5 അല്ലെ ടോപ്പ് 3, അതാണ് ആ ടോപ്പ് 3 എന്നുള്ള ക്രൈറ്റീരിയ. ഒരു ക്രൈറ്റീരിയ അല്ലെ കണ്ടീഷൻ, ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഫോർമാറ്റ് ചെയ്യാം, സെൽസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, അതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് തരുന്നത്. അത് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എക്സലിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫംഗ്ഷൻസിന്റെ കുറച്ച്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ഫംഗ്ഷൻ ആണ്, 5 ഫംഗ്ഷൻസ് അല്ലെ 5 ഫോർമുലാസ് ആണ്. 5 ഫോർമുലാസ് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ നമുക്കതാ ബേസിക് 5 മാത്സ് ഫോർമുല എന്ന് കോൾ ചെയ്യാം. ബേസിക് 5 മാത്സ് ഫോർമുല. നമുക്ക് എക്സലിൽ ബേസിക് ഇറങ്ങാനായിട്ട് 5 ഫോർമുലാസ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് സം എന്ന് പറയും, പിന്നെ ആവറേജ്, പിന്നെ വരുന്നത് കൗണ്ട്, മിനിമം, അതേപോലെ മാക്സ്, പിന്നെ കൗണ്ട്. കൗണ്ട് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് കൗണ്ടും പിന്നെ കൗണ്ട് എന്ന് പറയും. ഇതാണ് ബേസിക് 5 ഫോർമാറ്റ്. ഇത് 5 അല്ല 6 ഉണ്ട്, ബട്ട് പറയുമ്പോൾ നമ്മൾ 5 എന്ന് അറിയും. കൗണ്ട് നിങ്ങളോട് ഇത് പറയുള്ളൂ, കൗണ്ട് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി വെക്കാൻ. ഓക്കെ, അപ്പം ഇതിൽ ഏതെങ്കിലും ഫോർമുല യൂസ് ചെയ്യുന്നു അല്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? എക്സൽ യൂസ് ചെയ്ത ആർക്കെങ്കിലും, അല്ലെങ്കിൽ എല്ലാവർക്കും ബേസിക് ഐഡിയ ഉണ്ടാവില്ല. ആരുമില്ല? anyone can try? ഹലോ, ആർക്കും അറിയില്ലേ? വോയിസ് കേൾക്കില്ലേ? അറിയില്ല സാർ. ആർക്കും അറിയില്ല? സമ്മറിന് എന്താ അറിയില്ല?
കൂട്ടാൻ. ഓ അതന്നെ, അതാന്ന് പറഞ്ഞത്. അറിയാം, എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ഇത്. പക്ഷെ ഇതിലിപ്പോ സമ്മ് എന്ന് പറയുമ്പോ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ട്രൈ ചെയ്ത് നോക്ക്. സമ്മ് പറഞ്ഞാൽ എന്താ? അഡീഷൻ. അഡീഷൻ തന്നെയാണ് സമ്മിനോട് ഉദ്ദേശിക്കുന്നത്. ആവറേജ് എന്ന് പറയുമ്പോഴോ സം ബൈ നമ്പർ. ഓക്കെ, ആവറേജ്. മിനിമം എന്ന് പറയുമ്പോ കുറഞ്ഞത്. ഓക്കെ. മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം. കൗണ്ട് പറയുമ്പോഴോ കൗണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന്. അതന്നെ, കൗണ്ട് പറഞ്ഞാൽ എത്ര ഉണ്ട്. അപ്പൊ ഇതന്നെയാണ് സംഭവം. ഇതിപ്പോ ഒരു ആനക്കാര്യം അല്ലെങ്കിൽ അങ്ങനെ വലിയ കാണാൻ മാത്രമല്ല, നമുക്ക് ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. അത് എക്സൽ ഒരു നെയിം ഇട്ട് വിളിക്കുന്നേ ഉള്ളൂ. സമ്മ് എല്ലാവർക്കും അഡീഷൻ ചെയ്യാൻ അറിയാം. ആവറേജ് എല്ലാവർക്കും അറിയാം. ഒരു സർട്ടൻ നമ്പർ ഇതിന്റെ അതിന് ബൈ ആ നമ്പർ. ഓക്കെ. അപ്പൊ മിനിമം എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൻ ഡാറ്റ. അപ്പൊ നമ്മുടെ ഈ ഡാറ്റയിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ചെയ്താ അതേപോലെ മിനിമം എന്ന് പറയും. മാക്സിമം ഈ സർട്ടൻ ഡാറ്റയിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ചെയ്താൽ അതിന് മാക്സ് എന്ന് പറയും. കൗണ്ട് പറയുമ്പോൾ ഈ സർട്ടൻ ഡാറ്റയിൽ എത്ര നമ്പേഴ്സ് അല്ലെ എത്ര കോളംസ് കൗണ്ട് ചെയ്യാം. ഓക്കെ, അതാണ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എക്സലിലുള്ള ഓപ്ഷൻ ആണ്. നമുക്കൊന്ന് അഡീഷൻ ഉണ്ട്. അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എക്സൽ യൂസ് ചെയ്യാനുള്ള സിമ്പിൾസ് വന്നുതരാം. പ്ലസ് സിമ്പിൾ നമുക്ക് ആഡ് യൂസ് ചെയ്യും. അതേപോലെ മൈനസ് സിമ്പിൾ സബ്ട്രാക്ഷൻ യൂസ് ചെയ്യും. പിന്നെ ഉള്ളത് സ്റ്റാർ അല്ലെ ആസ്ട്രിക്. ഇതിന് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യും. ഡിവിഷൻ യൂസ് ചെയ്യും. ഇതാണ് ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ ഈ സെറ്റ് ഓഫ് ഡാറ്റ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യാൻ നമുക്കുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പം ഏത് ഫോർമുല അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്താ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആണ്. ഈക്വൽ ടു സിമ്പിൾ അല്ലെ അസൈൻ ചെയ്യുന്ന ഇതിൽ ഈക്വൽ ടു അസൈൻ എന്ന് പറയും അല്ലെ അസൈൻ എന്ന് പറയും. ഇപ്പം നമുക്കിപ്പോ ഈ സാലറി ഇതിന്റെ ടോട്ടൽ കാണാം. ടോട്ടൽ കാണണമെങ്കിൽ ടോട്ടൽ കാണും. ഈ ടോട്ടൽ കാണണമെങ്കിൽ ആദ്യം അസൈൻ ചെയ്യാം. എന്നിട്ട് ഞാൻ എന്താക്കി ഈ നമ്പർ സെലക്ട് ചെയ്തു. ഈ സെല്ല് സെലക്ട് ചെയ്തു. ഓക്കെ, ഈ നമ്പർ അല്ലെ ഈ സെല്ല് നമ്പർ ആ സെല്ലിലാണ് ആ സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം അഡീഷൻ കൊടുക്കാം. പ്ലസ് സിമ്പിൾ വിളിച്ചു. ഓക്കെ, അടുത്ത നമ്പർ സെലക്ട് ചെയ്തു, പ്ലസ് വിളിച്ചു. അതേപോലെ നെക്സ്റ്റ് നമ്പർ സെലക്ട് ചെയ്ത് പ്ലസ് വിളിച്ചു. നെക്സ്റ്റ് നമ്പർ സെയിം പ്രോസസ്. ഓരോ സെല്ല് നല്ല നമ്പർ സെലക്ട് ചെയ്യുക. നമ്പർ സെലക്ട് ചെയ്യുന്ന സെല്ലാണ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം പ്ലസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുത്താൽ ഇതിന്റെ ടോട്ടൽ വാല്യൂ നമുക്ക് ഇവിടെ കാണാം. അപ്പം ഈ സർട്ടൻ ഡാറ്റയിൽ ഇതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ബേസിക്. നമ്മളിപ്പോ എല്ലാവർക്കും അറിയും പോലെ ഇതാണ് സമ്മേഷൻ എന്ന് പറയുന്നത്, സം അഡീഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എക്സലില് സം പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഈ സം പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഡാറ്റ, ആ ഡാറ്റ എന്താക്കും അഡീഷൻ ചെയ്ത് തരും. അതിന്റെ സമ്മ് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ സം അപ്ലൈ ചെയ്യാൻ ആദ്യം അസൈൻ ചെയ്യാൻ ഈക്വൽ ടു സിമ്പിൾ കൊടുക്കാം. എന്നിട്ട് സം എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യും. സം എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുമ്പോൾ എക്സൽ നമുക്ക് കാണിച്ചു തരും എന്തൊക്കെ ടൈപ്പ് ഓഫ് ഈ സം റിലേറ്റഡ് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫോർമുലാസ്. അപ്പം അതിൽ എന്താക്കുക, ഫസ്റ്റ് ഈ കാണുന്ന സം സെലക്ട് ചെയ്യാം. ഒന്ന് എന്താക്കുക, കീബോർഡിൽ ടാബറിന് സിമ്പിൾ, ടാബറിന് ലെറ്റർ അല്ല സ്വിച്ച് ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ആ സം സെലക്ട് ആയി. അപ്പൊ നമ്മളോട് ചോദിക്കും എക്സൽ എന്ന് കാണിക്കും ഈ സമ്മിൽ എന്തൊക്കെ വേണം. ഒരു നമ്പർ വേണം, നമ്പർ 2 വേണം, നമ്പർ 3, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സെറ്റ് ഓഫ് ഡാറ്റ അടുത്ത വേണ്ടി നമുക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇതുവരെ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കാം. എൻ്റർ കൊടുത്താൽ വരും. ബട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇൻ കേസ് ഇതിപ്പോ ഒറ്റ സിംഗിൾ ഫോർമുല ആയിട്ട് എക്സൽ തന്നെ ഓട്ടോമാറ്റിക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്ലോസ് ചെയ്യണം. അപ്പൊ പല കേസ് ഒരു ഫോർമുല ഡിഫറെന്റ് ഫോർമുല യൂസ് ചെയ്യുന്ന കേസ് വരും. അപ്പൊ എന്താ നമ്മൾ മാനുവലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഈ കേസിൽ എക്സൽ തന്നെ ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്ത് തരും. എൻ്റർ കൊടുത്താൽ ഇതിന്റെ അഡീഷൻ കിട്ടും. ഈ സെറ്റ് ഓഫ് ഡാറ്റന്റെ അഡീഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇത് മനസ്സിലായണോ? മനസ്സിലായി. ഓക്കെ, ഈ സമ്മ നമുക്ക് എല്ലാവരും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ.
ഈ സം തന്നെ നമുക്കിപ്പം ഞാൻ ഇവിടെ ഇപ്പൊ യൂസ് ചെയ്തത് ഇതിപ്പോ ഇവിടുന്ന് ഫുൾ ഡ്രാഗ് ചെയ്ത് അല്ലേ, ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തേ. അതല്ലാതെ നമുക്ക് ഇപ്പൊ ഞാൻ സം ചെയ്യേണ്ടി ഇത്ര സെറ്റ് ഓഫ് ഡാറ്റ ഇവിടെ വരെ സം ചെയ്യണം. ഇതിന്റെ വാല്യൂസ് നടന്ന സം ചെയ്യേണ്ട വാല്യൂ ഇവിടെ തൊട്ട് ഇവിടെ വരെ നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം എനിക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ ആഡ് ചെയ്താൽ ഇൻ കേസ് ഇനി സെനാരിയോ അങ്ങനെ വേണ്ടത് വെച്ചാൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നത്, ഇത്ര കൊടുത്തില്ലേ, അത്ര കൊടുത്തതിന് ശേഷം കോമ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് നമ്പർ ഇവിടെ മുതൽ ഇവിടെ വരെ സെലക്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പൊ അത്ര ഈ രണ്ട് വാല്യൂസ് ഒഴിവാക്കി ബാക്കിയുള്ള വാല്യൂസിന്റെ മാത്രം സമ്മേഷൻ കിട്ടും. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ ഓക്കെ, ഇതേ കേസാണ് നമ്മൾ ആവറേജിന് യൂസ് ചെയ്യാം. ഓക്കെ, ആവറേജ് എന്ന് കാണാം. ആവറേജ് സെലക്ട് ചെയ്തോ, ടാബിൽ ഈ സർട്ടേ നമ്പേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ കൊടുത്താൽ ഈ ടോട്ടൽ സാലറിന്റെ ആവറേജ് കിട്ടും. ഓക്കെ, ആവറേജും എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? സിമിലർ ടു സം തന്നെ ആവറേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് മിനിമം. ഓക്കെ, മിനിമം എന്നുള്ള ഫംഗ്ഷൻ. അപ്പൊ മിനിമം കാണാൻ നമുക്കുള്ള ഫംഗ്ഷൻ ആണ് മിന്നർ. ഈക്വൽ ടു കൊടുത്തിട്ട് മിന്നറിന് കൊടുക്കുക, സെലക്ട് ചെയ്ത് നമ്പേഴ്സ് സെലക്ട് ചെയ്യും, ടോട്ടൽ നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുത്ത്. അപ്പം ഈ സെറ്റ് ഓഫ് ഡാറ്റയിൽ ഏറ്റവും ലോസ്റ്റ് വാല്യൂ ഏതാണ്? 20,000 അല്ലേ? ആ 20,000 നമുക്ക് ഇവിടെ കിട്ടും സെറ്റപ്പ്. അപ്പൊ ഈ മിന്നിന്റെ യൂസ് കേസ് ഒക്കെ ഒന്ന് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മളിപ്പോ മാനേജർ എന്ന് പറയാണ്, നമ്മളെ സീനിയർ എംപ്ലോയറോ ആരെങ്കിലും നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞ് അപ്പം ഈ ഒരു ഡാറ്റ സെറ്റില് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം ഒരു എംപ്ലോയി ഡാറ്റ സെറ്റ് വെക്കാം. ഈ ഡാറ്റ സെറ്റില് നമ്മളെ ഏറ്റവും ലോസ്റ്റ് സാലറി ആ ഡീറ്റെയിൽസ് വേണമെന്നാണ് അല്ലെ, എത്രയാണ് ഏറ്റവും ലോസ്റ്റ് സാലറി എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ 100 ഡാറ്റോ അല്ലെങ്കിൽ 1000 എംപ്ലോയീസ് ഉണ്ട് വെച്ചാൽ ആ 1000 എംപ്ലോയീസിന്റെ ഡാറ്റ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന റിസ്ക് ആണ്. അതിന് പകരം ഈ മിൻ പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ അവിടെ യൂസ് ചെയ്യണം. നമുക്ക് ആ വാല്യൂ കിട്ടി, എത്രയാണ് ഏറ്റവും ലോസ്റ്റ് സാലറി നമുക്ക് കിട്ടി, 20,000 കിട്ടും. ഓക്കെ, അതേ കേസ് ആണ് മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് അസൈൻ ചെയ്യുക, ഈക്വൽ ടു കൊടുക്കുക, മാക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്താൽ കിട്ടി മാക്സിമം വാല്യൂ എത്ര അത് കിട്ടും. ഇതേ സെയിം കേസ് തന്നെ നമുക്ക് മാക്സിമം പറയാം. മാനേജറിലെ ഏറ്റവും ഹയസ്റ്റ് സാലറി എത്ര ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇനി കൗണ്ട് വരുന്നത് ഫംഗ്ഷൻ. കൗണ്ട് പറഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം ഉണ്ട് എന്ന് അറിയണം. ഓക്കെ, അപ്പൊ കൗണ്ട് എനിക്കിപ്പോ ഈ നമ്പേഴ്സിന്റെ കൗണ്ട് കിട്ടണം. ഓക്കെ, ഇത് എത്ര നമ്പർ ഉണ്ട് നമ്മളിവിടെ കൊടുത്തോണ്ട് കിട്ടും. കൗണ്ട് കൊടുത്തിട്ട് ഞാൻ ഇപ്പം ഈ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പറയാം, അല്ലെ എന്തെങ്കിലും സെറ്റ് ഓഫ് ഡാറ്റ കൗണ്ട് ചെയ്യണം അല്ലെങ്കിൽ. ഓക്കെ, ഞാൻ ഇപ്പം ഇത് കൊടുത്ത് കൗണ്ട് എത്ര കൗണ്ട് ഉണ്ട്, നമുക്ക് 8 ഉണ്ട്, നമുക്കറിയാം 8 ആന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ സെറ്റ് ഓഫ് ഡാറ്റ അപ്പം അത് 8. അപ്പം ഈ കൗണ്ടും കൗണ്ട് ചെയ്യാൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ ഈ കൗണ്ട് പറഞ്ഞതിൽ നമുക്ക് ന്യൂമറിക് വാല്യൂസ് മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയും. കൗണ്ട് ചെയ്യുന്ന പറയുന്നത് നമുക്ക് ന്യൂമറിക് വാല്യൂസും നോൺ ന്യൂമറിക് വാല്യൂസും കൗണ്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പം ഇതിപ്പോ നോൺ ന്യൂമറിക് ആണ് അല്ലേ, ഇത് ഞാൻ ഇപ്പൊ ഇവിടെ കൗണ്ട് യൂസ് ചെയ്യാം, ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ സെറ്റ് ഓഫ് ഡാറ്റ സെലക്ട് ചെയ്ത് എൻ്റർ കൊടുത്തു കേട്ടോ, 0 ഒന്ന്. അപ്പം കൗണ്ട് പറഞ്ഞാൽ നമുക്ക് ന്യൂമറിക് വാല്യൂസ് മാത്രം കൗണ്ട് ചെയ്യാനും കൗണ്ട് എ എന്ന് പറയുന്നത് നമുക്ക് ന്യൂമറിക് ആൻഡ് നോൺ ന്യൂമറിക് വാല്യൂസ് കൗണ്ട് ചെയ്യാം. സെലക്ട് ചെയ്യും, 8 കിട്ടും ഇല്ലേ? ഓക്കെ, എക്സാമ്പിൾ കാണിക്കാൻ കൗണ്ട് തന്നെ ചെയ്യുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര വാല്യൂ ഉണ്ട്? 1 2 3 4 5 വാല്യൂസ് ഉണ്ട്. അപ്പൊ എൻ്റർ കൊടുത്ത് നമുക്ക് 2 കിട്ടും കണ്ടോ, 2 മാത്രമേ കിട്ടും. കാരണം ഇവിടെ 2 ന്യൂമറിക് വാല്യൂസ് ഉണ്ട്, അതിന് 2 കിട്ടി. ഞാൻ ഇപ്പൊ ഇവിടെ കൗണ്ട് ചെയ്യാൻ കൊടുക്കാം. കൗണ്ട് ചെയ്യാന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഇത് കൊടുത്താൽ നമുക്ക് 5 എന്ന് കിട്ടാം. ഇത് ന്യൂമറിക്കും നോൺ ന്യൂമറിക്കും കൗണ്ട് ചെയ്യും. കൗണ്ട് കൂടി അതെ കണ്ടോ, 5 ഒരെണ്ണം കിട്ടി. അപ്പൊ കൗണ്ട് എയില്
ന്യൂമറിക് ആൻഡ് ന്യൂമറിക് വാല്യൂസ് കൗണ്ട് ചെയ്യും. കൗണ്ടിൽ ന്യൂമറിക് വാല്യൂസ് മാത്രമേ കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻ കേസ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ട എംപ്ലോയി ID മാത്രമല്ല, അപ്പൊ നമുക്ക് കൗണ്ട് യൂസ് ചെയ്യാം. അപ്പൊ ലെറ്റേഴ്സും എന്താ ന്യൂമറിക് വാല്യൂസും ഇൻക്ലൂഡഡ് ആണെന്ന് എന്താക്കാം, കൗണ്ട് യൂസ് ചെയ്യാം. അപ്പൊ എന്താക്കും, കൗണ്ട് കിട്ടും, എത്ര കൗണ്ട് അല്ലെ എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് കൗണ്ട് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഓക്കെ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്താ ഡൗട്ട് ഉണ്ടോ ഇനി? ഒന്നുകൂടെ പറയൂ സാർ. ഓക്കെ, ഏതാ പറയേണ്ടത് ഒന്ന്? ഏതാണെന്നുള്ള സ്പെസിഫിക് ചെയ്ത് മാത്രം പറയാം. കൗണ്ട് ചെയ്യും. ഓക്കെ, കൗണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ന്യൂമറിക് വാല്യൂസ് അറിയില്ലേ, 1 2 3 4 5 അല്ലെ 1.1 ഡെസിമൽ വാല്യൂസ് ഉള്ളത്, അതൊക്കെയാണ് ന്യൂമറിക് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ കൗണ്ടിൽ നമുക്ക് ന്യൂമറിക് വാല്യൂസ് മാത്രമേ കൗണ്ട് ചെയ്യാൻ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം ന്യൂമറിക് വാല്യൂസ് അല്ലേ, ഓൺലി എന്താ ഇന്റീജേഴ്സ് മാത്രം അല്ലെ, ഹോൾ നമ്പേഴ്സ് മാത്രമല്ല, 1 2 3 4 5 7 8 നമ്പേഴ്സ് മാത്രമല്ല. അപ്പൊ കൗണ്ട് പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, ഫസ്റ്റ് ഒക്കെ ആദ്യ കേസിൽ എക്സൽ ഉള്ളത് കൗണ്ട് മാത്രം. അപ്പം നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ, അല്ലാതെ ടെക്സ്റ്റ് ആരും കൗണ്ട് ചെയ്യില്ല, നമ്പേഴ്സ് ആണ് എല്ലാവരും കൗണ്ട് ചെയ്യല്. അപ്പൊ അതിനാണ് ആദ്യം എന്താക്കും, നമ്പേഴ്സ് മാത്രം കൗണ്ട് ചെയ്യാൻ കൗണ്ടറിന്റെ ഫംഗ്ഷൻ ഉള്ളൂ. പിന്നെയാണ് ഈ IDs കാര്യങ്ങളൊക്കെ, ഈ നമ്പേഴ്സ് എന്നല്ലാതെ ID കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കൗണ്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ IDയിൽ നമുക്ക് ന്യൂമറിക് വാല്യൂ ഉണ്ട്, നോൺ ന്യൂമറിക് വാല്യൂ ഉണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ കണ്ടു, ഇതിൽ ST എന്ന് പറയുന്നത് ആൽഫബറ്റിക്ക, ഈ 0025 എന്ന് പറയുന്നത് ന്യൂമറിക്ക. ഇത് കമ്പൈൻ ഓഫ് എന്താ ന്യൂമറിക് ആൻഡ് നോൺ ന്യൂമറിക്ക. അപ്പൊ ഈ കേസിലുള്ള കൗണ്ട്, ഇങ്ങനെ എംപ്ലോയി IDന്റെ കൗണ്ട് എടുക്കുക, കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, IDs ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഇങ്ങനെ എന്താ ഓരോ ഡിപ്പാർട്ട്മെന്റിന് കോഡ് വെച്ചിട്ടോ അങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വന്നപ്പം അത് കൗണ്ട് ചെയ്യണം എന്താക്കും, നമുക്ക് ന്യൂമറിക് വാല്യൂസ് മാത്രം പോരാ, നോൺ ന്യൂമറിക് വാല്യൂസ് കൗണ്ട് ചെയ്യാം. അപ്പൊ കൗണ്ടിന്റെ ഒരു ഫംഗ്ഷൻ, കൗണ്ട് ഏതാ ഫംഗ്ഷൻ ഉണ്ടാക്കി, അപ്പൊ ആ ഫംഗ്ഷൻ നമുക്ക് ന്യൂമറിക്കും നോൺ ന്യൂമറിക് വാല്യൂസും കൗണ്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പൊ ആ കൗണ്ട് ഏത് യൂസ് ചെയ്യുമ്പോൾ എന്താക്കും, നോൺ ന്യൂമറിക് വാല്യൂസും ന്യൂമറിക്കും കൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ അപ്പൊ കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ കൗണ്ട് ചെയ്യാം. ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ന്യൂമറിക് വാല്യൂ പറഞ്ഞാൽ 1 ഉണ്ട്, ഇത് ന്യൂമറിക് അല്ല, ടെക്സ്റ്റ് ആണ്, ഇത് ന്യൂമറിക് ആണ്. അപ്പൊ ഈ ഇത്രയും സെറ്റും ഡാറ്റ നമുക്ക് ആകെ കൗണ്ട് ചെയ്ത് കിട്ടുക വാല്യൂസ് പറഞ്ഞാൽ ഈ ന്യൂമറിക് വാല്യൂന്റെ കൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 2 മാത്രമേ കിട്ടിയുള്ളൂ കൗണ്ടിൽ. അപ്പൊ ഞാനിപ്പോ ഇവിടെ നമുക്കിപ്പോ 5 തന്നെ കിട്ടണം. ഓക്കെ, 5 തന്നെ കിട്ടണേ എന്താക്കും, കൗണ്ട് എന്ന് കൊടുക്കണം. കൗണ്ട് എന്ന് കൊടുത്തിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താക്കും, 5 പറഞ്ഞ വാല്യൂ കിട്ടും. ഓക്കെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഇതിൽ പറഞ്ഞാൽ കൗണ്ടിൽ ന്യൂമറിക് വാല്യൂസ് മാത്രം കൗണ്ട് ചെയ്യും, കൗണ്ട് ചെയ്യൽ ന്യൂമറിക് വാല്യൂ കൗണ്ട് ചെയ്യും. അപ്പം അത് നമ്മൾ യൂസ് കേസിനനുസരിച്ച് യൂസ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ എംപ്ലോയി ഐഡിയ ഈ SL നമ്പർ എന്താ സംഭവം ഇവിടെ ഇല്ല. ഓക്കെ, ഇതിവിടെ ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യണമെങ്കിൽ ഉള്ള ഓപ്ഷൻ ഒന്ന് സാലറി കൗണ്ട് ചെയ്യാം. സാലറി കൗണ്ട് ചെയ്തിട്ട് അതിന്റെ എടുക്കാം. പക്ഷെ അങ്ങനെ ആരും കൗണ്ട് ചെയ്യില്ല. ഈ കൗണ്ട് പറഞ്ഞാൽ ഒന്ന് എംപ്ലോയി IDs കൗണ്ട് ചെയ്യും അല്ലെ ഈ റോസിന്റെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യും. പക്ഷെ ഈ റോസിന്റെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ ഇത് റോങ് ആണ്. കാരണം ഇവിടെ റോസിന്റെ നമ്പർ 10 വരെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ മുന്നേ ഒരു 2 കോളംസ് ആഡ് ചെയ്തു അല്ലെ, 2 റോസ് ആഡ് ചെയ്തു എക്സ്ട്രാ. അപ്പൊ ഇത് റോങ് വേ ആണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ കൗണ്ട് ചെയ്യണമെങ്കിൽ ID എന്ന യൂണിക് വാല്യൂ മാത്രമേ കൗണ്ട് ചെയ്യാനുള്ളൂ. ഈ ID എന്ന യൂണിക് വാല്യൂ നമുക്ക് എന്താക്കാം, ഈ വാല്യൂ ഉള്ളത് എന്താ ആൽഫബറ്റിക് നോൺ ന്യൂമറിക് വാല്യൂസ് ഉള്ളത് ഈ എന്താ സമ്മേഷൻ അല്ലെ ഇൻക്ലൂഡിങ് ആൽഫബറ്റിക്കും ഉണ്ട്, ന്യൂമറിക് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്താണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താ കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് കൗണ്ട് ചെയ്യാം. കൗണ്ട് യൂസ് ചെയ്യാൻ നമുക്ക് 0 കിട്ടും, കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ 80 എന്ന വാല്യൂസ് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും? ഇന്ന് എടുത്ത ക്ലാസ്സിൽ ഇത്രയും പോസ്റ്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതില് ആൽഫബറ്റിൽ നിന്നല്ല ടോട്ടൽ വരുന്നല്ലേ കൗണ്ട് ചെയ്യല്? കൗണ്ട് ചെയ്യല് ആൽഫബറ്റിക് നമ്പേഴ്സ് അല്ലാത്തതിന്റെ ഒക്കെ ടോട്ടൽ ആയിട്ട് അല്ല, നമ്പേഴ്സ് അല്ലാത്തതിൻ്റെതല്ല. കൗണ്ട് ചെയ്യല് നമ്പേഴ്സ് അല്ലാത്തത് എന്നല്ല, നമ്പേഴ്സ് അല്ലാത്തത് രണ്ടും കൗണ്ട് ചെയ്യും. നമ്പേഴ്സും കൗണ്ട് ചെയ്യും, നമ്പേഴ്സ് അല്ലാത്തതും കൗണ്ട് ചെയ്യും. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്ര എടുത്തിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് ടൈം ഏകദേശം ആയിന്. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഓക്കെ.
ഓക്കെ ദെൻ ബൈ. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായി സാർ, ചെയ്ത് നോക്കിയിട്ട് പറയാം. ഓക്കെ ഓക്കെ. എന്തായാലും ഇതൊക്കെ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഫങ്ഷൻസ് എല്ലാവരും ഇന്ന് തന്നെ ഒന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ക്ലിയർ ആണോ അല്ലേ നോക്കുക. ഈ ക്ലിയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ഡൗട്ട് ചോദിക്കുക. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു സാർ. Okay, sir. ഓക്കെ, വെൽക്കം വെൽക്കം. Thank you, sir.